ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കെയിൻ കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ. കേസ് സംശയാസ്പദമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും കണ്ടെത്തലുണ്ട്. ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കിയുള്ള വിധി പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, പറയാം വിവരങ്ങൾ. സേതു, അതായത് ഷൈൻ ടോം ചാക്കോയെ കുറ്റമുക്തനായുള്ള ഒരു വിധി പ്രസ്താവം, ആ വിധി പ്രസ്താവത്തിൽ പോലീസിൻ്റെ വീഴ്ചകളും പിഴവുകളും വിചാരണ കോടതി എണ്ണി പറഞ്ഞിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും കോടതി പറയുന്നത് കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് കാരണങ്ങൾ അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി. മറ്റൊന്ന്, പിടിച്ചെടുത്ത കൊക്കൈൻ ഘടകങ്ങൾ അത് വേർതിരിച്ച് പരിശോധിച്ചില്ല. രഹസ്യവിവരം ലഭിച്ചു എന്നുള്ള ഒരു വാദം അത് പിന്നീട് കോടതിയിൽ പോലീസ് തള്ളിപ്പറയേണ്ടതായി വന്നു. മാത്രമല്ല, ഒന്നാം പ്രതി രേഷ്മ രംഗസ്വാമിയുടെ പക്കൽ നിന്നും കൊക്കൈൻ പിടിച്ചെടുത്തില്ല, അല്ലെങ്കിൽ പക്കൽ നിന്നും കൊക്കൈൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു വനിതാ പോലീസിൻ്റെ മൊഴി കൊടുത്തിരുന്നത്. അങ്ങനെയെല്ലാം വലിയ വീഴ്ച പോലീസിന് ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയില്ല. പ്രതികളെ പരിശോധിച്ചത് ഡ്യൂട്ടിയിലില്ലാത്ത ഗസറ്റഡ് ഓഫീസറാണ്. ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന മുറി ആദ്യം ആരാണ് തുറന്നത്, അതൊക്കെ പോലീസിന് കൃത്യമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ ഗുരുതരമായ വീഴ്ചകൾ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പോലീസിന് സംഭവിച്ചു. അതിൻ്റെ വിധിപ്പകർപ്പിലാണ് പോലീസിൻ്റെ വീഴ്ചകൾ ഓരോന്നും കോടതി എണ്ണിപ്പറഞ്ഞിരിക്കുന്നത്. സേതു, ശരി. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസുമായി ബന്ധപ്പെട്ട്.